മുഹറം മാസമാണ്. ആ മുഹറത്തിലാണ് ഇപ്പോഴും നമ്മളുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തവക്കുൽ തവക്കുൽ തവക്കുൽ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ പരമേൽപ്പിക്കൽ, പടച്ചവനിൽ പരമേൽപ്പിക്കൽ, യഥാർത്ഥമായി ഈമാൻ ഉണ്ടാകൽ, ഹൃദയത്തിൽ അല്ലാഹുവിനെ കുടിയിരുത്തൽ, അല്ലാഹുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കൽ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും പ്രഥമമായ സ്ഥാനമുണ്ടാകൽ. ഇങ്ങനെ സ്ഥാനമുണ്ടായ മുഴുവൻ ആളുകളെയും അല്ലാഹു തആല അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയ മാസമാ മുഹറം. ആ മുഹറത്തിലാണ് നമ്മളുള്ളത്. മഹാനായ അബുൽ ബശർ ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് മുഹറം 10-നാണ്. മഹാനായ അബുൽ ബശർ ആദം അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് അല്ലാഹു ഭൂമിയിലേക്ക് അയച്ചത് മുഹറം 10-നാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അതിഭീകരമായ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? ഈ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടിരിക്കുമ്പോൾ അതികഠിനമായ പ്രളയത്തിൽ നിന്ന് നൂഹ് നബി അലൈഹിസ്സലാം അത്ഭുതകരമായി രക്ഷപ്പെട്ടത് മുഹറം 10-നാണ്. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അതിഭീകരമായ ഫിർഔനിന്റെയും കൂട്ടാളികളുടെയും അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ തവക്കുൽ ചെയ്തുകൊണ്ടങ്ങ് പോവുകയാ. കൂടെ നിന്നവരൊക്കെ ചോദിക്കുന്നു, എന്താ മൂസ എങ്ങോട്ടായി പോകുന്നത്? മുന്നിൽ ഈ ആഴമേറിയ കടലല്ലേ, ഈ ആഴമേറിയ വെള്ളത്തിന്റെ മുന്നിൽ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ വന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ കടലിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഞാൻ ഭയക്കുന്നത് ഫിർഔന്റെ സിംഹാസനത്തെയല്ല, ഞാൻ ഭയക്കുന്നത് ഫിർഔന്റെ പട്ടാളത്തെയല്ല, ഞാൻ ഭയക്കുന്നത് ഫിർഔന്റെ ഗവൺമെന്റിനെയല്ല, ഞാൻ ഭയക്കുന്നത് ഫിർഔന്റെ ആയുധ സന്നാഹത്തെയല്ല, ഞാൻ ഭയക്കുന്നത് ആകാശഭൂമികളുടെ സംവിധായകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ മാത്രമാണ്. ആ റബ്ബിന്റെ നാമത്തിൽ ഞാൻ ഇതാ പറയുന്നെന്ന് പറഞ്ഞപ്പോൾ അതിഭീകരമായ ആഴമുള്ള വെള്ളം രണ്ട് ഭാഗത്തേക്കും മാറിക്കൊടുത്തിട്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനും കൂട്ടർക്കും നടന്നങ്ങ് പോകാൻ സൗകര്യമൊരുക്കി കൊടുത്ത മുഹറം മാസം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ എങ്ങനെയാ തീക്കുണ്ടത്തിലിട്ടത്? എങ്ങനെയാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടത്തിലിട്ടത്? നമ്രൂദ് ഒരുക്കിയ തീക്കുണ്ടം, തീക്കുണ്ടത്തിന്റെ വലിപ്പത്ര തീയങ്ങ് കൂട്ടി 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 വലിയ തീയാക്കിയപ്പോൾ ആ വലിയ അതിഭീകരമായ തീക്കുണ്ടം എത്രയോ ആയിരക്കണക്കിന് ടൺ വിറകുകൾ കൊണ്ട് കത്തിക്കപ്പെട്ട, എത്രയോ മരങ്ങൾ വെട്ടിമുറിച്ച് കത്തിക്കപ്പെട്ട ആ വലിയ തീക്കുണ്ടം, ആ തീക്കുണ്ടത്തിന്റെ ചൂടിന്റെ കാഠിന്യം കൊണ്ട് കിലോമീറ്ററുകൾക്ക് മുകളിലൂടെ പറന്നു പോകുന്ന പക്ഷിപ്രവാദികൾ കരിഞ്ഞ് ചാമ്പലായി താഴെ വീണു. മക്കളെ, ആ തീക്കുണ്ടത്തിന്റെ ചൂടിന്റെ കാഠിന്യം കൊണ്ട് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള വൃക്ഷലതാദികൾ വാടിക്കൊഴഞ്ഞ് താഴെ വീണു. മക്കളെ, ആ അവസ്ഥയിലുള്ള അതിഭീകരമായ തീക്കുണ്ടം ഉണ്ടാക്കിയതിനു ശേഷമാണ് നമ്പൂത് ആലോചിക്കുന്നത്, ഇത്ര വലിയ തീക്കുണ്ടത്തിലേക്ക് എങ്ങനെയാ ഇബ്രാഹിമിനെ കൊണ്ടിടുക? അടുത്തേക്ക് പോകാൻ പറ്റണ്ടേ? അപ്പോഴാണ് ഇബ്ലീസ് വന്ന് ബുദ്ധി ഉപയോഗിച്ചു കൊടുത്തത്, ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത്. ഇന്ന രീതിയിൽ കൊച്ചുകുട്ടികൾ കാക്കയടിക്കാനുണ്ടാക്കുന്ന, നമ്മുടെയൊക്കെ നാട്ടിൽ തെറ്റാലെന്ന് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയാറുള്ള ഒരു സാധനമുണ്ട്, അതുപോലൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. വലിയ ഒരു സാധനം, ആ സാധനത്തിന്റെ അറ്റത്ത് നിർത്തിക്കൊണ്ട് ശക്തമായ പ്രഷറുള്ള റബ്ബർ പോലെയുള്ള സാധനം കൊണ്ട് വലിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തെറിച്ചു പോയിട്ടാണ് ആ തീക്കുണ്ടത്തിൽ വീഴുന്നത്. അതികഠിനമായ തീക്കുണ്ടം, അതിഭീകരമായ തീക്കുണ്ടം. ആ തീക്കുണ്ടത്തിന്റെ അടുത്തുകൂടി പോയാൽ കരിഞ്ഞു ചാമ്പലായി പോകുന്ന തീക്കുണ്ടം. ആ തീക്കുണ്ടത്തിലേക്കാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പോയി വീഴുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം. തീക്ക് ചൂട് കൊടുക്കാൻ കഴിയുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രമാണ്. തീക്ക് ചൂട് കൊടുക്കണ്ട എന്ന് റബ്ബ് തീരുമാനിച്ചാൽ ഏത് കഠിനമായ തീയുടെ ചൂടും മാറിപ്പോകും. മക്കളെ, കത്തിക്ക് മൂർച്ച കൊടുക്കാൻ കഴിയുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രമാണ്. കത്തിക്ക് മൂർച്ച കൊടുക്കണ്ടെന്ന് പടച്ചവൻ തീരുമാനിച്ചാൽ പിന്നെ കത്തി കൊണ്ടൊരു ഉപയോഗവും ഇല്ലാതെ പോകും. മക്കളെ, വിഷത്തിന് ശക്തി കൊടുക്കുന്നത് പടച്ച തമ്പുരാനാണ്. ആ വിഷത്തിന് ശക്തി വേണ്ട എന്ന് റബ്ബങ്ങ് തീരുമാനിച്ചാൽ പൊട്ടാസ്യം സൈനൈഡ് കഴിച്ചാലും മരിച്ചോളണമെന്നില്ല. മക്കളെ, അതിഭീകരമായ തീക്കുണ്ടത്തിന്റെ നടുവിലേക്ക് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഇടുകയാണ്. ഇബ്രാഹിം നബി ആ തീക്കുണ്ടത്തിൽ കിടന്ന് കരിഞ്ഞ് ചാമ്പലായി, അദ്ദേഹത്തിന്റെ അസ്ഥി പോലും കരിഞ്ഞ് ചാമ്പലായി വെണ്ണീറായിട്ടുണ്ടാകുമെന്ന് കരുതിയിട്ട് അദ്ദേഹത്തിന്റെ ആ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അല്ലാഹു തആല പറയുന്നു, തീയോട് നാം പറഞ്ഞു, കുൽനാ, നാം തീയോട് പറഞ്ഞു, യാ നാറു, അല്ലയോ തീയേ, കുനീ
ബർദം വസലാമൻ അലാ ഇബ്രാഹീം, നീ ഇബ്രാഹീമിന്റെ മേൽ തണുപ്പാവുക, രക്ഷയാവുക. തീക്ക് ചൂട് നൽകിയ പടച്ചവൻ പറയുകയാണ്, ചൂട് വേണ്ട, ചൂട് വേണ്ട, തണുപ്പാവുക, രക്ഷയാവുക എന്ന് പറയുന്നു. ഇബ്രാഹിം നബി ചാമ്പലായിട്ടുണ്ടാകുമെന്ന് കരുതി, ഇബ്രാഹിം നബിയുടെ അസ്ഥി പോലും ചാമ്പലായിട്ടുണ്ടാകുമെന്ന് കരുതി എത്രയോ ദിവസങ്ങൾ കൊണ്ട് തീ അണഞ്ഞതിന് ശേഷം പോയിട്ട് ആ ചാമ്പൽ കൂന ഇങ്ങനെ മാറ്റി മാറ്റി മാറ്റിയെടുക്കുകയാ. ചാമ്പൽ കൂന മാറ്റുമ്പോൾ ഒരു രോമത്തിന് പോലും തകരാറ് പറ്റാതെ 14-ാം രാവിലെ പരിപൂർണ ചന്ദ്രനേക്കാൾ തിളക്കമുള്ള പല്ലുകളുടെ പുഞ്ചിരിയുമായിട്ട് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാം ആ തീക്കുണ്ടത്തിൽ നിന്ന് സന്തോഷത്തോടെ എഴുന്നേറ്റ് ചിരിച്ചുകൊണ്ട് തന്റെ ശത്രുക്കളുടെ മുഖത്തേക്ക് നോക്കിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇബ്രാഹിം നബിക്ക് തീക്കുണ്ടത്തെ ചൂടില്ലാതാക്കി കൊടുക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് കഴിഞ്ഞു. മക്കളെ, ഇതുപോലെ എത്രയെത്ര അത്ഭുതങ്ങളാ നടക്കുന്നത്, എത്രയെത്രയാണ് തവക്കുലിന്റെ ശക്തി നമ്മൾ കാണുന്നത്. ഈ തവക്കുലിന്റെ മൊത്തം ശക്തിയും കണ്ട മുഹറം മാസത്തിലാ നമ്മളുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മേൽ ഫലതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ തവക്കുൽ ചെയ്തു കൊള്ളട്ടെ. അല്ലാഹു അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക, അല്ലാഹു അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. മാതൃഭൂമി